welcome all of you who have gathered here to celebrate the opening of a new academic year 2021-2022 of Jyoti Nilayam Higher Secondary School. Today we have with us as our chief guest Srikandan Nair sir, along with our principal Reverend Sister Archana Paul, our PTA President Sribu sir, all our teaching staffs and students. Even though it's impossible to be physically available to each other, we have overcome this issue and we are all in this together to make this academic year more productive and effective. Let's officially start the function with a prayer song. Now I welcome our staff representative Indu ma'am to welcome the gathering. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റർ അർച്ചന പോൾ, വിശിഷ്ട അതിഥി ആദരണീയനായ ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, PTA പ്രസിഡന്റ് ശ്രീ ശ്രീബു സാർ, എന്റെ സഹപ്രവർത്തകരെ, പ്രിയ കുഞ്ഞുങ്ങളെ, പുതിയൊരു അധ്യയന വർഷം കൂടി കടന്നു വരികയാണ്. ഇന്ന് കേരളത്തിലെ വിദ്യാലയങ്ങളിലാകെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ വിദ്യാലയവും ഇന്ന് പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ്. പുത്തൻ ഉടുപ്പിട്ട് പുതിയ പുസ്തകങ്ങളുമായി പുതിയ അധ്യാപകരെ കാണാൻ സ്കൂളിലേക്ക് എത്താൻ വെമ്പിയിരുന്ന നിങ്ങൾ ഇന്ന് വീടിനുള്ളിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്നു. അതിൽ നിരാശരാകേണ്ട യാതൊരു കാര്യവുമില്ല. പ്രതീക്ഷയോടെ വരുന്ന നല്ല നാളുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഈ അവസരത്തിൽ നമുക്ക് കഴിഞ്ഞ അധ്യയന വർഷത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. അനിശ്ചിതത്വത്തിന്റെയും ആശങ്കയുടെയും ഒരു സ്കൂൾ വർഷമാണ് കഴിഞ്ഞുപോയത്. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു സൂക്ഷ്മാണുവിന് മുന്നിൽ ലോകം വിറങ്ങലിച്ചു നിന്നപ്പോൾ നാം അതിജീവനത്തിന്റെ പുത്തൻ വഴികൾ തേടി. അനിശ്ചിതമായ അടച്ചുപൂട്ടലിൽ വിദ്യാർത്ഥികളുടെ ഭാവി ഓർത്ത് നാം ആശങ്കപ്പെട്ടപ്പോൾ വിവര സാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഡിജിറ്റൽ ക്ലാസുകളുടെ രൂപത്തിൽ അറിവിന്റെ വാതായനങ്ങൾ നാം തുറന്നു. ജൂൺ 1 മുതൽ നമ്മുടെ വിദ്യാലയത്തിലും ഡിജിറ്റൽ ക്ലാസുകൾ ആരംഭിച്ചു. ഡിജിറ്റൽ ക്ലാസുകൾ കൂടി സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലും ദിനാചരണങ്ങളും നാം സംഘടിപ്പിച്ചു. അങ്ങനെ നമുക്ക് ഇന്നേ വരെ പരിചയമില്ലാത്ത അവസ്ഥയിലൂടെ നാം കടന്നുപോയി. ഇത്തരം പല തകർച്ചകളിൽ നിന്നും കരകയറിയ മനുഷ്യ സമൂഹത്തിന്റെ വിജയഗാഥകൾ ചരിത്രത്തിന്റെ ഏടുകൾ മറിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതല്ല, അതിനെ നാം എങ്ങനെ നേരിടുന്നു എന്നതാണ് പ്രധാനം. ജീവിതത്തിലെ മുറിപ്പാടുകളെ നക്ഷത്ര ചിഹ്നമാക്കി മാറ്റുന്നവരാണ് ജീവിത വിജയം കൈവരിക്കുന്നത്. ഈ പ്രതികൂല സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും അവസരങ്ങളാക്കി മാറ്റാൻ തീർച്ചയായും നിങ്ങൾക്ക് കഴിയും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ആശംസിക്കുകയാണ് എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം. ആഹ്ലാദത്തോടും അഭിമാനത്തോടും കൂടി ഞാൻ അത് നിർവഹിക്കുന്നു. ഞാൻ ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ വിശിഷ്ട അതിഥിയായ ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാറിനാണ്. സാറ് നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമുഖമല്ല. പല സന്ദർഭങ്ങളിൽ നമ്മുടെ വിദ്യാലയത്തിലെ ചടങ്ങുകളിൽ സാറ് സംബന്ധിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഉന്നത ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ച അദ്ദേഹം ഇപ്പോൾ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അസോസിയേറ്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്നുണ്ട്. കവി, ഗാന രചയിതാവ്, അഭിനേതാവ്, പ്രഭാഷകൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന അദ്ദേഹം ഇന്ന് നമ്മുടെ വിദ്യാലയത്തിൽ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ ശ്രീബു സാറിനെയാണ്.
നമ്മുടെ വിദ്യാലയത്തിന്റെ സമഗ്ര പുരോഗതിക്കായി അദ്ദേഹം എന്നും അക്ഷീണം പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ സന്ദർഭത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി അടുത്തതായി ഞാൻ സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ പ്രിൻസിപ്പലിനാണ്. ഇന്നത്തെ ഈ പ്രവേശനോത്സവ ചടങ്ങ് വളരെ ഭംഗിയായി സംഘടിപ്പിച്ച നമ്മുടെ വിദ്യാലയത്തിന്റെ അമരക്കാരിയായ നമ്മുടെ പ്രിയങ്കരിയായ പ്രിൻസിപ്പൽ സിസ്റ്റർ അർച്ചന പോളിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഏവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. Now I request our chief guest, Srikandan Nair sir, to officially inaugurate this reopening ceremony and to address the gathering. നമസ്കാരം. ബഹുമാനപ്പെട്ട വേദിയുടെ അധ്യക്ഷൻ, PTയുടെ പ്രസിഡന്റും എൻ്റെ പ്രിയ സുഹൃത്തും കൂടിയായ ശ്രീബു, നമ്മുടെ ഈ സ്കൂളിൻ്റെ ബഹുമാന്യായ മാനേജർ റവറൻഡ് സിസ്റ്റർ നിർമ്മല അവർ, ഈ സ്കൂളിൻ്റെ ശക്തിയായി വർത്തിക്കുന്ന ആദരണീയായ പ്രിൻസിപ്പൽ റവറൻഡ് സിസ്റ്റർ അർച്ചന പോൾ അവർ, ഇവിടെ ഈ പരിപാടികൾ അവതരിപ്പിക്കുന്ന അവതാരകയായി നിൽക്കുന്ന വെനീഷ്യ, പ്രാർത്ഥന പാടിയ ശ്രവ്യമോൾ, ആദരണീയരായ അധ്യാപകരെ, രക്ഷാകർതൃ സമിതി അംഗങ്ങളെ, പ്രിയങ്കരായ നാട്ടുകാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, നമസ്കാരം. ഈ സ്കൂളിൻ്റെ പ്രവേശനോത്സവം നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹ ആശംസകളോടെ അനുവാദത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഈ സ്കൂളിനെ സംബന്ധിച്ച് വളരെ സത്യസന്ധമായ ചരിത്രം അറിയാവുന്ന ഒരാളെന്ന നിലയിൽ 50 വർഷം പിന്നിട്ട ഈ വിദ്യാലയം കേരള സിലബസും CBSE സിലബസും ഒരുപോലെ പ്രാധാന്യം കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ്. ജ്യോതിയിലെ സ്കൂളിനെ സംബന്ധിച്ച് വളരെ അടുത്തറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പല പ്രാവശ്യം ഞാൻ ഈ സ്കൂളിൽ അതിഥിയായി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2000-ലേറെ കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയം സംസ്ഥാന ജില്ലാ കലോത്സവങ്ങളിൽ വളരെയധികം സമ്മാനങ്ങൾ നേടിയിട്ടുള്ളൊരു വിദ്യാലയമാണ്. എനിക്കറിയാം. സ്കൗട്ടും NCC നന്നായി പരിപാലിച്ചു കൊണ്ടുപോകുന്ന ഒരു വിദ്യാലയം, 100% വിജയം കൊയ്തെടുക്കുന്ന വിദ്യാലയം. കൂടാതെ തന്നെ വിദ്യാർത്ഥി ജീവിതവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് കൗൺസിലിംഗ് പോലുള്ള ആതുര സേവന രംഗവുമായി ബന്ധപ്പെടുത്തിയുള്ള ഗൗരവകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വിദ്യാലയം. ശാസ്ത്രബോധത്തിലും ഭാഷയിലും സംസ്കാരത്തിലും പാരിസ്ഥിതികമായ പ്രശ്നങ്ങളിലും ആതുര സേവന രംഗത്തും അതുപോലെ തന്നെ സിലബസ് അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളിലും പ്രദർശനങ്ങളിലും ഒക്കെ തന്നെ ഈ സ്കൂൾ വളരെ മികവുറ്റ് നിൽക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. PTയുടെ ശക്തമായ സ്വാധീനവും അതുപോലെ തന്നെ സംഘാടനവും അധ്യാപകരുമായുള്ള വിനിമയവും ഒക്കെ തന്നെ ഇവിടുത്തെ അധ്യയനത്തെ പ്രിൻസിപ്പലിൻ്റെ സഹായത്തോടെ, മാനേജറുടെ സഹായത്തോടെ വളരെ നന്നായി മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്ന് ഞാൻ അറിയുന്നു. നമുക്ക് വിദ്യാലയം വീടും വീട് വിദ്യാലയവുമായി മാറുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം. നമ്മുടെ സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ്, ബഹുമാന്യനായ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സഖാവ് ശിവൻകുട്ടി എന്നിവർ അത് നേരത്തെ തന്നെ പ്രസ്താവിച്ചു കഴിഞ്ഞു. കാരണം വീട് വിദ്യാലയവും വിദ്യാലയം വീടുമായി മാറുന്ന ഒരവസ്ഥയാണുള്ളത്. വീട്ടിലുള്ള അച്ഛനും അമ്മയും കുട്ടികൾക്ക് വിദ്യാഭ്യാസം നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു, സർക്കാരിൻ്റെ ഒത്താശയോടെയും അല്ലാതെ. അതുപോലെ തന്നെ വിദ്യാലയങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഹൈടെക്കാണ്. വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും മാനേജ്മെൻറ്റും സർക്കാരും ഏർപ്പാടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ
വീട് വിദ്യാലയമാകുന്നു, വിദ്യാലയം വീടായി മാറുന്ന അവസ്ഥ. വിദ്യാലയത്തിലുള്ള അധ്യാപകരെല്ലാം തന്നെ രക്ഷിതാക്കളെ പോലെ കുട്ടികളെ വളരെ സംരക്ഷിക്കുവാനുള്ള ആർജവത്തോടുകൂടി നിൽക്കുന്നവരാണ്, അർപ്പണബോധത്തോടുകൂടി നിൽക്കുന്നവരാണ്. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് കുട്ടികളെ വിദ്യാലയത്തിലേക്ക് കടത്തിവിടാൻ പറ്റാത്തൊരവസ്ഥയാണ്. കുട്ടികളെല്ലാം ഉല്ലസിച്ച് കരഞ്ഞും ചിരിച്ചും വിദ്യാലയത്തേക്ക് വരേണ്ട കുട്ടികൾ, ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ് കയറ്റം കിട്ടിപ്പോകേണ്ട കുട്ടികൾ എല്ലാവരും തന്നെ ഇന്ന് ഓൺലൈനിൻ്റെ സഹായത്തോടുകൂടി. എനിക്ക് ഓൺലൈൻ ആദ്യം വലിയ ഉത്കണ്ഠയായിരുന്നു. പിന്നീട് ഞാനും 3 കോളേജിൽ ഓൺലൈൻ വഴിയാണ് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ വിശ്വാസമായി എനിക്ക് ഓൺലൈൻ വഴി കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കാൻ സാധിക്കും. ഈ വിദ്യാലയം കഴിഞ്ഞ വർഷവും ഓൺലൈൻ വഴി നന്നായി വിദ്യാർത്ഥികൾക്ക് പാഠ്യ വിഷയങ്ങളും പാഠ്യേതര വിഷയങ്ങളും നന്നായി പഠിപ്പിച്ചു എന്ന് ഞാൻ കരുതുന്നു. എന്തായിരുന്നാലും ഈ വിദ്യാലയത്തെ സംബന്ധിച്ച് നമുക്കറിയാം, വീട്ടിലുള്ള അമ്മ, അച്ഛൻ, ഗുരുനാഥൻ, ദൈവം, ഈ 4 കാര്യങ്ങൾ. അമ്മ 100 അധ്യാപികയ്ക്ക് 1000 അധ്യാപികയ്ക്ക് സമയം. ആദ്യമായിട്ട് കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന അമ്മയാണ്. അച്ഛൻ ഗുരുനാഥൻ്റെ സ്ഥാനത്താണ്. പിന്നെ വിദ്യാലയത്തിലേക്ക് വരുമ്പോഴാണ് അധ്യാപകർ ഗുരുനാഥൻ്റെ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഗുരു എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് പുതിയ വെളിച്ചം, വിജ്ഞാനം പകർന്നു കൊടുക്കുന്നു അക്ഷരങ്ങളിലൂടെ. അമ്മ അച്ഛനെ കാട്ടിക്കൊടുക്കുന്നു, അച്ഛൻ സ്കൂളിലെ ഗുരുനാഥനെ കാട്ടിക്കൊടുക്കുന്നു, ഗുരുനാഥൻ ദൈവത്തെ കാട്ടിക്കൊടുക്കുന്നു. ഈ പ്രപഞ്ചമാണ് ദൈവം, ഈ പ്രകൃതിയാണ് ദൈവം, അല്ലേ? നമുക്ക് മുകളിൽ ഒരു ശക്തിയുണ്ട് എന്ന വിശ്വാസം എല്ലാം നമുക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അഹങ്കരിക്കുമല്ലോ, നമ്മളാണ് ഏറ്റവും വലിയ ശക്തിമാനെന്ന്. അപ്പോൾ നമുക്ക് മുകളിൽ ഒരു ശക്തി ഉണ്ടെന്ന് നമ്മൾ അഭിമാനിക്കുകയും അതുപോലെ തന്നെ ആദരവോടെ കരുതുകയും ചെയ്യുന്നതുകൊണ്ടാണ് ദൈവം എന്ന ശക്തി നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഈ പ്രകൃതിയാണ്, പ്രപഞ്ചമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ സ്കൂളിലുള്ള അധ്യാപകരെല്ലാം തന്നെ എനിക്ക് പരിചിതരാണ്. രക്ഷിതാക്കളും ശ്രീബുക്ക് എനിക്ക് ഏറ്റവും അടുത്ത്, ശ്രീബുക്ക് വളരെ സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്, അതറിയാവുന്ന ആളാണ്, പോലീസ് വകുപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അതുപോലെ ഓരോ അധ്യാപകരെയും എനിക്കറിയാം. ഞാൻ അതോടെ പേരെടുത്ത് പറയുന്നില്ല. സംഗീതത്തിലായിരുന്നാലും നൃത്തത്തിലായിരുന്നാലും ഭാഷയിലായിരുന്നാലും ശാസ്ത്രത്തിലായിരുന്നാലും ഏത് വിഭാഗത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട്, ദൂരെ നിന്നാണ് കാണുന്നതെങ്കിൽ പോലും വളരെ അടുപ്പമുള്ള അധ്യാപകർ ധാരാളം പേരുണ്ട്. അതുകൊണ്ട് ഈ ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു അധ്യാപകൻ്റെ പേര് വിട്ടുപോയാൽ എനിക്ക് സങ്കടമായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ സാഹസത്തിലേക്ക് മുതിരുന്നില്ല. എല്ലാവർക്കും അർപ്പണബോധത്തോടെ ഈ വിദ്യാലയത്തെ നന്നാക്കി ഇന്നുള്ള നല്ലതിൽ നിന്ന് വളരെ നല്ലതിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ രക്ഷാകർതൃ സമിതിയും. ദീർഘമായി ഒന്നും പറയുന്നില്ല. നമുക്ക് വീട് വിദ്യാലയവും വിദ്യാലയം വീടുമായി മാറിയിരിക്കുന്ന ഓൺലൈൻ കാലഘട്ടത്തിലെ ഈ അവസ്ഥയിൽ ഓൺലൈനിലൂടെ പഠിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന കുട്ടികൾക്കും പുതുതായി വരുന്ന കുട്ടികൾക്കും ക്ലാസ് കയറ്റം കിട്ടുന്ന കുട്ടികൾക്കും പുതുതായി വരുന്ന അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും ഇത് പ്രവേശനോത്സവമാണ്. ഈ പ്രവേശനോത്സവം നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ, അനുഗ്രഹത്തോടെ, ആശീർവാദത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. Now I request our principal, Reverend Sister Archana Paul, to felicitate the gathering. Dear respected Karivattam Srikandan Nair sir, PTA President Sri Shibu sir, dear teachers, parents and my dear students, June 1st, a happy day, a joyful day, usually thrilled to meet new friends, to put new uniforms, to see new teachers. But this year also, we have to be sitting at home, learning from home through online classes. As dear parents and students, these too will pass away. We need to take this pandemic and the connected challenges as an opportunity to live better and act diligent. On this beautiful day of reopening, I would like to tell you that you must take advantage of the opportunities and challenges in front of you. Students should have a real goal to become what they want to be in future. Self-evaluation
is very important as you move on. Evaluate your performance, your way of behaving in the online classes, your attitude towards your parents and your elders at home and outside. It helps you to mold your expectation of your future. When we are in the school, mostly we think of how much mark we scored in the exam. Then you believe your performance depends on your examinations and marks. Dear ones, I would like to remind you again and again, it is not the examination and your marks counts. So you need to have lot of good value systems that you acquire from home, from the society. A lot of new skills you need to develop to different activities that you are engaged in. Again, I'm telling you, mobile phones and internet are all a means to reach your destination. But that is not the end of all. And again, during this joyful day, I would like to tell you that wishing you all the best. Make all your impossible things into possibility and thus move forward. May this academic year fill you with a lot of joy, happiness. May God bless you all. Now please welcome our PTA President, Sribu Sir, to felicitate the gathering. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ വിശിഷ്ടാതിഥിയും ഉദ്ഘാടകനുമായ പ്രശസ്ത കവി, സിനിമ സീരിയൽ നാടകരംഗങ്ങളിലെ അഭിനേതാവ്, സംവിധായകൻ, രചയിതാവ് എന്നീ മേഖലകളിൽ പ്രശസ്തനും സാമൂഹ്യ പ്രവർത്തനമായ ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാർ, മറ്റ് അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, രക്ഷകർത്താക്കളെ, ലോകം വളരെ സങ്കീർണമായ ഒരു വിപത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ജൂൺ 1 എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളുടെ ഒരു പ്രവേശന ദിവസമാണ്. നമ്മുടെ കുട്ടികൾ പുത്തൻ ഉടുപ്പുകളും ബുക്കുകളും എല്ലാമായിട്ട് വളരെ സന്തോഷത്തോടെ സ്കൂളുകളിൽ അധ്യയനത്തിനായി എത്തേണ്ട ദിനമാണിന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ കോവിഡ് എന്ന മഹാമാരിയുടെ വരവ് കാരണം അധ്യയനം സാധാരണ പോലെ നടത്താൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ്സുകളിലാണ് കഴിഞ്ഞ വർഷവും നടന്നുപോയത്. അതുപോലെ ഈ വർഷവും സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാ വിദ്യാലയങ്ങളിലും ഓൺലൈൻ ക്ലാസ്സുകളാണ് സംഘടിപ്പിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ജൂൺ 1 സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രവേശനോത്സവമായി കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തുന്നത് പോലെ ഇപ്രാവശ്യവും അത് ഭംഗിയായി നടത്താൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തുകയുണ്ടായി. നമ്മുടെ സ്കൂളിലും ഒരു ചടങ്ങ് സംഘടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വേളയിൽ നമ്മുടെ കുട്ടികളോട് ഒന്നേ പറയാനുള്ളൂ, കുട്ടികളോടും കുട്ടികളുടെ രക്ഷിതാക്കളോടും. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോഴത്തെ അധ്യയനം നടക്കുന്നത്. അതിൻ്റെ മീഡിയ എന്ന് പറയുന്നത് മൊബൈൽ ഫോണുകളാണ്. മൊബൈൽ ഫോണാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. കുട്ടികൾ ഉപയോഗിക്കുന്നതും മൊബൈൽ ഫോണുകളാണ്. അതുകൊണ്ട് കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം, അതായത് പഠന ആവശ്യങ്ങൾക്കുപരി മറ്റ് മേഖലകളിലോട്ട് പോകുമ്പോൾ നമ്മളൊന്ന് നിയന്ത്രിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമായ ഘടകമാണ്. സോഷ്യൽ മീഡിയ, മറ്റ് ഗെയിമുകൾ എന്നിവയിലോട്ട് കുട്ടികളുടെ ശ്രദ്ധ
പൂർണ്ണമായും വിനിയോഗിക്കാതിരിക്കാൻ നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു അവസരം ഉണ്ടായാൽ അത് അധ്യാപകരെയോ മറ്റ് അധികാര സ്ഥാനങ്ങളിലോ അറിയിച്ച് അതിൽ നിന്നും കുട്ടികളെ വിലക്കണം. പിന്നെ കുട്ടികളുടെ പഠന സംവിധാനത്തിനാവശ്യമായ എല്ലാ സഹായങ്ങളും സ്കൂൾ PTA എന്നുള്ള നിലയിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കും. സ്കൂൾ മാനേജ്മെൻറ്റിനും അധ്യാപകർക്കും നിർലോഭമായ സഹകരണങ്ങൾ ഞങ്ങൾ ചെയ്യും. ഈ അധ്യയനത്തിന് നിങ്ങളെ സജ്ജരാക്കുന്നത് പരിചയസമ്പന്നരും വളരെ വിദഗ്ധരുമായ അധ്യാപകരാണ്. എല്ലാവരുടെയും സേവനം നിങ്ങൾക്ക് ലഭ്യമാകും. എല്ലാ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Now I request our principal, Reverend Sister Archana Paul, to light the lamp and inaugurate our reopening ceremony. Since we are only virtually together in this meeting, I request our chief guest, our PTA president, all our teachers and students to shower your blessings and to make this academic year more productive and wonderful. സൂര്യനുദിച്ചു നമുക്കിന്നറിവിന്നുത്സവഘോഷം പുസ്തകമധുരം നുകരാനിനിയും പൂമ്പാറ്റകളായി പാറാം. അക്ഷര സൂര്യനുദിച്ചു നമുക്കിന്നറിവിന്നുത്സവഘോഷം പുസ്തകമധുരം നുകരാനിനിയും പൂമ്പാറ്റകളായി പാറാം. കളിച്ചിരി നിറയും തിരുമുറ്റങ്ങളിലാടിപ്പാടി രസിക്കാം. അറിയാ കഥയുടെ ചെപ്പു തുറക്കാൻ വഴി വഴിവായോ, ആ വഴി വഴിവായോ. ഒന്നൊന്നായി ചേർന്നു നടക്കാം, ഒന്നിച്ചൊന്നായി പാടാം. ഒന്നൊന്നായി ചേർന്നു നടക്കാം, ഒന്നിച്ചൊന്നായി പാടാം. നന്മ നിറഞ്ഞു തളിർത്തു വളർന്നൊരു നന്മൊഴി മലയാളം. നന്മ നിറഞ്ഞു തളിർത്തു വളർന്നൊരു നന്മൊഴി മലയാളം. അക്ഷരവഴിയെ പോകാം. ഒത്തുപിടിച്ചാലൊരു മലയിരുമല അറിവിൻ പൂമല കേറാം. എണ്ണം ചൊല്ലി കണ്ണും പൊത്തിയൊളിച്ചു കളിച്ചു രസിക്കാം. എണ്ണം ചൊല്ലി കണ്ണും പൊത്തിയൊളിച്ചു
ദീപം കൈകളിലേന്തി ഇരുട്ടിനെ ആട്ടിയകറ്റാം. സ്നേഹപ്പൂവും ചിറകുകൾ വീശി പാറി പാറി നടക്കാം. മനുഷ്യരെല്ലാം ഒന്നാണെന്ന് മനസ്സിലെഴുതാമാദ്യം. മനുഷ്യരെല്ലാം ഒന്നാണെന്ന് മനസ്സിലെഴുതാമാദ്യം. അക്ഷരസൂര്യൻ ഉദിച്ചു നമുക്കിന്നറിവിനുത്സവഘോഷം. പുസ്തകമധുരം നുകരാമിനിയും പൂമ്പാറ്റകളായി പാറാം. പുസ്തകപ്പൂക്കളിൽ തേൻ കുടിക്കാനായി ചിത്രപതംഗങ്ങളെത്തി. പുസ്തകപ്പൂക്കളിൽ തേൻ കുടിക്കാനായി ചിത്രപതംഗങ്ങളെത്തി. ഉത്സാഹമോടെ പറന്നു പറന്നവർ ഉത്സവം കൂടുവാനെത്തി. ഉത്സവം കൂടുവാനെത്തി. നമസ്കാരം. നാം എല്ലാവരും ഇന്ന് പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ അധ്യയന വർഷം എത്ര വേഗമാണല്ലേ കൂട്ടുകാരെ കടന്നുപോയത്. പരീക്ഷകൾ കഴിഞ്ഞ് സ്കൂളുകൾ അടച്ച് വേനൽ അവധിക്ക് ശേഷം നാം എല്ലാവരും വലിയ പ്രതീക്ഷകളോടെയാണ് അടുത്ത അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് COVID-19 എന്ന ക്ഷണിക്കപ്പെടാത്ത അതിഥി നമ്മെ തേടി വന്നു. അതിനാൽ എല്ലാവരുടെയും സുരക്ഷയെ കരുതി എല്ലാവരും കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഓൺലൈനായാണ് സ്കൂളിൽ ക്ലാസുകൾ സംഘടിപ്പിച്ചത്. എന്നാൽ ഇപ്പോഴും തുടരുന്ന ഗുരുതര സാഹചര്യം കണക്കിലെടുത്ത് ഈ വർഷവും മേൽപ്പറഞ്ഞ രീതി തന്നെ തുടരാൻ നാം നിർബന്ധിതരായിരിക്കുന്നു. നമ്മൾ കുട്ടികൾക്ക് നമ്മുടെ അധ്യാപകരെയോ കൂട്ടുകാരെയോ നേരിൽ കാണാൻ കഴിയുന്നില്ലെങ്കിലും നമ്മുടെ സ്കൂൾ ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഭാവിയിലത്തെ സന്തോഷത്തിന് വേണ്ടിയാണിതെന്ന് നാം തിരിച്ചറിയണം. എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് നാം ഈ രോഗാതുരമായ കാലത്തെയും അതിജീവിക്കും. ഈ കാലവും കടന്നു പോകും. നാം ഏവർക്കും നമ്മുടെ സ്കൂൾ ജീവിതം വീണ്ടും തിരിച്ചു കിട്ടട്ടെ എന്ന പ്രതീക്ഷയോടെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു അധ്യയന വർഷം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. നമസ്കാരം. ഞാനിന്നിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് പ്രശസ്ത കവി വള്ളത്തോൾ നാരായണ മേനോന്റെ മാതൃഹൃദയം എന്ന കവിതയാണ്. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ വരണ്യയെ, വന്ദിപ്പിൻ വരദയെ. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ വരണ്യയെ, വന്ദിപ്പിൻ വരദയെ. എത്രയും തവ ശക്തി പൂണ്ട ജാമദഗ്ന്യനോ സത്രാജിത്തനോ പണ്ടോ സഹസ്രകരം പോലെ പശ്ചിമരത്നാകരം പ്രീതിയാൽ ദാനം ചെയ്ത, പശ്ചിമരത്നാകരം പ്രീതിയാൽ ദാനം ചെയ്ത വിശ്വേക മഹാരത്നമല്ലി നമ്മുടെ രാജ്യം. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ സമുദ്രാത്മഭൂവാമി ശ്രീദേവിയെ. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ വരണ്യയെ, വന്ദിപ്പിൻ വരദയെ. Good morning, respected principal, teachers and my dear friends. Today I am going to say a few words on COVID-19. COVID-19 is caused due to coronavirus. It is a very small but most harmful virus. It can damage the human respiratory system. Till now, no proper vaccine has been developed for this disease. It can spread between two people during close contact. It was first identified in December 2019 in Wuhan city of China. In March 2020, the World Health Organization declared COVID-19 outbreak as a pandemic. Fever, cough, and shortness of breath are some of the symptoms of this disease. Wearing mask and washing hands with soap and sanitizing can prevent virus to an extent. With these words, I like to conclude my speech. Stay home, stay safe. Thank you.
എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സിൽ നീ ശാന്തിയാകണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. നല്ല ചിന്തയായി എന്റെ മനസ്സിലും, നല്ല ഭാഷയായി നാവിന്റെ തുമ്പിലും. നല്ല ചിന്തയായി എന്റെ മനസ്സിലും, നല്ല ഭാഷയായി നാവിന്റെ തുമ്പിലും. നല്ല ചെയ്തിയായി എന്റെ കരത്തിലും, നന്മയാം നീ കടന്നിരിക്കണമേ. നല്ല ചെയ്തിയായി എന്റെ കരത്തിലും, നന്മയാം നീ കടന്നിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സിൽ നീ ശാന്തിയാകണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ. Now we have officially come to the end of this reopening ceremony. To propose the vote of thanks, I request Vaishnavi VS from 10th standard. Morning everyone, respected principal, Reverend Sister Archana Paul, our chief guest Karyavatam Srikanthan Nair sir, PTA President Sri Sribu sir, and all my dear teachers. I'm really glad and excited to be a part of this new academic year opening function. Even though we students cannot attend the classes physically, a function like this made it so special for our new academic year. I take this opportunity to thank our chief guest Karyavatam Srikanthan Nair sir, who spent his valuable time with us. I'm sure that your presence and speech made our new academic year more memorable. Thank you so much, sir, for being with us. I extend my sincere gratitude to our PTA President Sri Sribu sir for the unending support and presence. Thank you so much, sir. I extend my deep gratitude to our dear principal, Reverend Sister Archana Paul, for the guidance and support to us in all situations. Thank you, sister, for organizing such a beautiful function for the new academic year. Thank you, sister. I thank all my dear teachers for their relentless effort. Thank you, dear teachers. Last but not the least, I thank the Almighty who made this function a grand success. Thank you.